ഹായ് എല്ലാവർക്കും നമസ്കാരം. നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ 9, 10 തീയതികളിലെ കറണ്ട് അഫയേഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരികയാണ്. ഇന്ന് ഡിസംബർ 9, 10 തീയതികളിലെ കറണ്ട് അഫയേഴ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സുകളെല്ലാം നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക, ദിവസേനയുള്ള എഴുതിയെടുത്ത് പഠിക്കുക. 2025-26 പരീക്ഷകളിലേക്ക് നല്ല രീതിയിൽ ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങാം. കാരണം പരീക്ഷ അടുക്കുന്ന സമയത്ത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഓടി ആകപ്പാട് അലമ്പാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ നല്ല രീതിയിൽ അങ്ങ് എഴുതി പഠിച്ചു പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ ഓരോ മാസം അവസാനം നമ്മുടെ മോക്ക് ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു പെർഫെക്റ്റ് ലെവലിലേക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. കറണ്ട് അഫയേഴ്സ് വളരെ നിർണായകമാണ്. ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടമാകും. നമ്മളെ റാങ്കിൽ നിശ്ചയിക്കുന്നത് ആ കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് മാത്രമല്ല, ഇപ്പം കുറച്ച് പേര് ഈ മാസം പ്രിലിമിനറി ഒക്കെ എഴുതുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഒരു പക്ഷേ അടുത്ത മെയിൻ എക്സാം എഴുതുന്ന സമയത്ത് അവിടെ കറണ്ട് അഫയേഴ്സായിട്ടൊക്കെ ഇതേ ഭാഗങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ചോദ്യങ്ങളായിട്ടുണ്ടാകും. അപ്പോൾ അവരും അത് ശ്രദ്ധിച്ചോളൂ. ഇനി 25-26 ഏത് പരീക്ഷകളൊക്കെ നടക്കുന്നു അതിനെല്ലാത്തിലും ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നവംബർ 1 തീയതി മുതലാണ് ഈ ചാനലിൽ പ്ലേലിസ്റ്റിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ബാക്കി പുറകോട്ടുള്ളതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് സെലക്ട് ചെയ്തിട്ട് വരും ദിവസങ്ങളിൽ അതിലിടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് സെക്രട്ടറി അസിസ്റ്റൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുപോലെ ഇനി വരാൻ പോകുന്ന 10th ലെവൽ മെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, മെയിൻസ് പിന്നെ CPO യൂണിഫോം പോസ്റ്റുകളുടെയൊക്കെ പരീക്ഷ 25-26 നടക്കുന്നുണ്ട്. അതിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ക്ലാസ്സുകളും പുരോഗമിക്കുന്നത്. അതുപോലെ നമ്മുടെ കറണ്ട് അഫയേഴ്സുകളും നമ്മൾ നൽകിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സൊക്കെ എല്ലാവരും നമ്മുടെ ചാനലിലൂടെ ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും നമ്മുടെ സിലബസിൽ അടിസ്ഥാനമാക്കി വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തി കറണ്ട് അഫയേഴ്സായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവുക. ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടമാകാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡിസംബർ 9, 10 തീയതികളിലെ കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഡിസംബർ 9 ഒരു പ്രത്യേകത. അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനമാണ്. ഏത്? ഡിസംബർ 9. അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം എന്നാണ് ഡിസംബർ 9. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ അഴിമതിക്കെതിരെ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ഒരു അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം എന്നാണ് ഡിസംബർ 9. ഡിസംബർ 9 അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ നാവികസേനയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയൊരു യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തു. INS തുഷീൽ എന്ന് പറയുന്ന പുതിയ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തു. റഷ്യയിൽ വെച്ച് നമ്മുടെ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് INS തുഷീൽ കമ്മീഷൻ ചെയ്തത്. അപ്പോൾ റഷ്യയുടെ സഹായത്തോടു കൂടി ഇന്ത്യ നിർമ്മിച്ച പുതിയ നാവികസേനയുടെ യുദ്ധക്കപ്പലാണ് ഏത്? INS തുഷീൽ. ഓക്കെ, അപ്പോൾ നാവികസേനയെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് നാവികസേനാ മേധാവിയെ കൂടെ നോക്കാം. നമ്മുടെ ഇപ്പോഴത്തെ നാവികസേനാ മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ നാവികസേനാ മേധാവി. നമ്മുടെ നാവികസേനാ മേധാവി ആരാണ്? അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. അപ്പോൾ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലിന്റെ പേരാണ് INS തുഷീൽ. INS തുഷീൽ. ഓക്കെ, അടുത്തത് LICയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ബീമാ സഖി യോജന. സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരതയും ഇൻഷുറൻസ് അവബോധമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു പുതിയ പദ്ധതിയാണ് ബീമാ സഖി യോജന. LICയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. അതായത് LICയുടെ ആ ഒരു പദ്ധതി പ്രകാരം 10ാം ക്ലാസ് പാസ്സായ 18 മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളെ എന്ത് ചെയ്യുക? ശാക്തീകരിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരിക. അവർക്കൊരു 3 വർഷത്തെ പരിശീലനമൊക്കെ കൊടുത്ത് സ്റ്റൈപ്പൻഡും ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യുക? അവരെ LIC ഏജന്റുമാരായിട്ടും പിന്നെ ഡിഗ്രി യോഗ്യത ഉള്ളവരാണെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്കൊക്കെ ഒരു വരുമാന മാർഗം കണ്ടെത്തി കൊടുക്കുക. LICയുടെ സഹായത്തോടെ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? ബീമാ സഖി യോജന. അപ്പോൾ സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരതയും ഇൻഷുറൻസ് അവബോധമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ബീമാ സഖി യോജന. ഇതാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് വരികയാണ്. റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണറായി നിയമിതനാകുന്നത് സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 26ാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കാം. റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇനി ഡിസംബർ 10 ഒരു പ്രത്യേകത നോക്കാം. നമുക്ക് ഒരുപാട് തവണ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10.
നമ്മൾ മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ നമ്മൾ ലോക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ സ്മരണ പുതുക്കിയാണ് ഡിസംബർ 10 ലോകത്ത് എന്തായിട്ട് ആചരിക്കുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതേ ദിവസമാണ് 1948 ഐക്യരാഷ്ട്രസഭയിലെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകിയ ദിവസമൊക്കെ ഈ ഡിസംബർ 10 അപ്പോൾ ഡിസംബർ 10 എന്താണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നതാണ് ഈ വർഷത്തെ മനുഷ്യാവകാശ ദിനത്തിൻ്റെ ആ ഒരു പ്രമേയം എന്ന് പറയുന്നത്. ഈ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെച്ചപ്പെട്ട ഭാവി സൃഷ്ടിക്കാൻ വ്യക്തികളെയും സമൂഹങ്ങളെയും ശാക്തീകരിക്കുന്നതിനുള്ള ഉപാധിയാണ് മനുഷ്യാവകാശം എന്നതാണ് ഈ ഒരു പ്രമേയം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ മനുഷ്യാവകാശ ദിനത്തിൻ്റെ 2024 ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിലൊക്കെ പലപ്പോഴും നമ്മൾ ഈ ഓരോ ദിനങ്ങൾ പഠിച്ചുകൊണ്ട്, പക്ഷേ അതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളൊക്കെ ഈ അടുത്തിടെ പരീക്ഷകളിലൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പോയിന്റൊക്കെ ശ്രദ്ധിച്ചോളാം. അപ്പോൾ 2024 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10 പ്രമേയം എന്താണ്? നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഇനി ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പോയിന്റാണ്. IMFന്റെ ലോക സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ആളോഹരി വരുമാനത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 142. പ്രത്യേകം നോട്ട് ചെയ്തോണം, ചോദിക്കാം. IMFന്റെ ലോക സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ആളോഹരി വരുമാനത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 142. IMFന്റെ റിപ്പോർട്ട് പ്രകാരം ആളോഹരി വരുമാനത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 142ാം സ്ഥാനം. അതുപോലെ ഇന്ത്യയിലെ പ്രമേഹ വ്യാപന നിരക്കിൽ മുന്നിലുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ പ്രമേഹ വ്യാപന നിരക്കിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ പ്രമേഹ വ്യാപന നിരക്കിൽ മുന്നിലുള്ള സംസ്ഥാനമാണ് കേരളം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് സംസ്ഥാന കായിക നയത്തിന് കീഴിലുള്ള ആദ്യ സ്പോർട്സ് സെൻറ്റർ നിലവിൽ വരുന്നത് തലശ്ശേരിയിലാണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് സംസ്ഥാന കായിക നയത്തിന് കീഴിലുള്ള ആദ്യ സ്പോർട്സ് സെൻറ്റർ നിലവിൽ വരുന്നത്. ആദ്യ സ്പോർട്സ് സെൻറ്റർ നിലവിൽ വരുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? തലശ്ശേരി. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് സംസ്ഥാന കായിക നയത്തിന് കീഴിലുള്ള ആദ്യ സ്പോർട്സ് സെൻറ്റർ നിലവിൽ വരുന്നത്. ഇനി ഒരു പുരസ്കാരം നോക്കാം. 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് ജേതാവായിരിക്കുന്നത് സംവിധായകനായ ഷാജി N കരുൺ ആണ്. ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കാം. 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവാരാണ്? ഷാജി N കരുൺ. സംവിധായകനായ ഷാജി N കരുണാണ് 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ഷാജി N കരുൺ. അതുപോലെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 12 പോയിന്റോളം നമ്മൾ പഠിച്ചു. നമുക്ക് പഠിച്ച പോയിന്റുകൾ ഒന്നും കൂടെ നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഡിസംബർ 9 അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലിൻ്റെ പേരാണ് INS തുഷീൽ. പിന്നെ നമ്മൾ പറഞ്ഞ ഭീമാ സഖി യോജന, സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരതയും ഇൻഷുറൻസ് അവബോധമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ഭീമാ സഖി യോജന. പിന്നെ പറഞ്ഞത് റിസർവ് ബാങ്കിൻ്റെ പുതിയ ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്ര നിയമിതനായി. ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. പിന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ഹീരാലാൽ സമരിയെ തിരഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ IMFന്റെ ലോക സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ആളോഹരി വരുമാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 142. ഇന്ത്യയിൽ പ്രമേഹ വ്യാപന നിരക്കിൽ മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. അതുപോലെ സ്പോർട്സ് സെൻറ്റർ, കേരളത്തിലെ ആദ്യ സ്പോർട്സ് സെൻറ്റർ നിലവിൽ വരുന്നത് തലശ്ശേരിയിലാണ്. അതുപോലെ JC ഡാനിയൽ പുരസ്കാര ജേതാവായിട്ട് ഷാജി N കരുണ്. അതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരമാണ്.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചത്. എല്ലാം എഴുതി പഠിക്കുക. ഗെയിൻ നോളജ് മിഷൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. രാവിലെ 6 മണി, രാത്രി 9 മണി, പിന്നെ രാത്രി 8 മണിക്കുള്ള ക്രാഷ് കോഴ്സ്. ഇങ്ങനെ 3 ബാച്ചുകളാണ് ഈ വരുന്ന ആഴ്ചകളിൽ ആരംഭിക്കാൻ പോകുന്നത്. ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. റെഗുലർ കോഴ്സ് ആണെങ്കിൽ അടിസ്ഥാന വിവരങ്ങൾ മുതൽ 10 മുതൽ ഡിഗ്രി വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു കോഴ്സിലൂടെ തന്നെ പഠിക്കാം. 10ാം ക്ലാസ്, ഞാൻ 10ാം ക്ലാസ്സുകളിൽ ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. ഡിഗ്രിയുടെ 10ാം ക്ലാസ്സിൻ്റെ മെയിൻ പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ഈക്വലായിട്ട് വരുന്ന സിലബസ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ഒറ്റ കോഴ്സായിട്ട് റെഗുലർ കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. 10 മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാം ഒരു വർഷം കൊണ്ട് ഒറ്റ കോഴ്സിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഈസി ആയിട്ട് അതിനുശേഷം വരുന്ന ഏത് പരീക്ഷ എഴുതിയാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിനുശേഷം എന്ന് മാത്രമല്ല, ഇതിനിടയിൽ നടക്കുന്ന പ്രിലിമിനറി പരീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതും പാസ്സാകും. അതിനോടൊപ്പം ബാക്കി കൂടെ പഠിക്കുന്നതോടുകൂടി മെയിൻ എക്സാം നിങ്ങൾ ജയിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ദൗത്യമാണ് ഗെയിൻ നോളജ് മിഷൻ എന്ന് പറയുന്നത്. പക്കയായിട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ലൈവ് ക്ലാസ്സിൽ തന്നെ നോട്ട് ഉൾപ്പെടെ എഴുതിച്ച് നിങ്ങൾ പഠിച്ചു വരുന്നൊരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഈ ഒരു ചാനലിലൂടെ കിട്ടും. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇനി വരും ദിവസങ്ങളിൽ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ 2 കാര്യങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സിലബസ് പ്രകാരമുള്ളതെല്ലാം ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിലൂടെ മാത്രമേ കൊടുക്കുകയുള്ളൂ. അങ്ങനെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക് യു.